അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. ഞങ്ങള് വേറൊരു ദേവനെ തന്നെ കണ്ടു. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിക്കാം. എനിക്കും ജഡ്ജ്മെന്റ് കേൾക്കാൻ ഞങ്ങൾ കൊതിയാവുക. ഷാനിക്ക, എന്താ ഇത്? അയ്യോ, നമ്മുടെ ദേവൻ തന്നെയാണോ ഇത്? അതെ അതെ, ദേവന സൂപ്പർ. താങ്ക് യു സർ. ദേവന ഡാൻസ് ഒക്കെ ഇത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ? ആ സ്റ്റെപ്പൊക്കെ എന്താ രസം, ഫ്ലെക്സിബിൾ ആയിട്ട്. ഒഴുക്ക് ഒന്നുകൂടെ കാണിക്കോ ആ സ്റ്റെപ്പ്? ഭയങ്കര ഗ്രേസ്ഫുൾ, ഭയങ്കര രസം, നാച്ചുറൽ ആയിട്ടല്ലേ. ഓർക്കസ്ട്ര ഗംഭീരായിരുന്നു. മോളുടെ പെർഫോമൻസ് എനിക്ക് ആകെ കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാന്ന് എനിക്ക് തോന്നി വോയിസ്. കാരണം ഇത്ര ഡാൻസ് ഒക്കെ ഈ ഓർക്കസ്ട്രയിൽ പെട്ടെന്ന് അങ്ങനെ ആണ് വരുന്നത്. അത് കുറച്ചുകൂടെ നമുക്കൊന്ന് ആ ഒരു ഹൊറൈസൺ ഒന്ന് വലുതാക്കണം നമുക്ക്, കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മോള് പാടി ഏകദേശം തീരാറായ സമയത്ത് ഞാനിങ്ങനെ മോളുടെ അമ്മയെ ഇങ്ങനെ നോക്കായിരുന്നു. അമ്മയുടെ മുഖത്തുള്ള സന്തോഷം. അതെ അതെ അതെ, അമ്മയുടെ മുഖത്തെ സന്തോഷം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു ത്രൂ ഔട്ട്. എന്റെ മോൾ ആ ഒരു പ്രൈഡ് ഉണ്ടല്ലോ, അത് ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. സൂപ്പർ ദേവന, അടിപൊളിയായിരുന്നു. ഞാൻ ദേവനയുടെ ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ കാണുകയാണ് ഇവിടെ നിന്ന്. ദേവനയുടെ ആദ്യം മെലഡീസ് ഒക്കെ പെർഫോം ചെയ്തു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇങ്ങനൊരു പെർഫോമൻസ് ഞാൻ ഇപ്പോഴൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ദേവന പതുക്കെ ആ ഒരു ട്രാക്കിൽ വരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ട്രാക്കിൽ കയറി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. കോസ്റ്റ്യൂം ആണെങ്കിലും മോളുടെ നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു കാണാൻ. നല്ല സ്റ്റെപ്സ് ഒക്കെ വളരെ ലൈറ്റ്. അതിനെന്താണോ ആ സോങ്ങിന് വേണ്ടത്, ആ ഫുൾ സ്മൈലോടെ ഓഡിയൻസിനൊക്കെ ലൈക്ക് എല്ലാവരും നോക്കി നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. രവി ചേച്ചി, ദേവനക്കുട്ടി രസമായിട്ട് പാടി മോളെ. എനിക്ക് മോള് ഭയങ്കര സ്റ്റെപ്സ് ഒക്കെ കളിക്കുന്നതേ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട്, അതായത് ഒട്ടും ഏച്ച് കെട്ടാതെ അല്ലെങ്കിൽ എന്തോ അതിനുവേണ്ടി പാട്ടിന്റെ ഇടയിൽ ചിലർ പഠിച്ച് കളിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. അതൊന്നും അല്ല, നല്ല രസമായിട്ട് ഓൾറെഡി ഒരു ഡാൻസർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ ചിലർ ഹിന്ദി പാടുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് മലയാളീസ് പാടുമ്പോൾ ഹിന്ദി പാടുമ്പോഴത്തേക്കും അതെന്തോ പാടണ്ടായിരുന്നു, അതെന്തോ ഒരു മലയാളിയാണോ അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ. ഓക്കെ, എത്രയാണെങ്കിലും നമ്മൾ പാടുന്നപ്പോൾ ഡിക്ഷൻ വൈസ് ഒരു ചെറിയൊരു ഫോൾട്ട് വരും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ബോറായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിലങ്ങനെ ഒരു അയ്യോ ഒരു പാടണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല. മോളെ കഴിയുന്നത്ര ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒരു ഹിന്ദിക്കാർ പാടുന്നതിനോട് മാക്സിമം നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. രസമായിട്ട് മോൾ നൈസ് അറ്റംപ്റ്റ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മോളുടെ മെലഡി ഒരു വശം വളരെ രസകരമായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഫാസ്റ്റ് നമ്പറിൽ മോള് കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനിയും കുറച്ചുകൂടെ ഒരു ശക്തി കിട്ടിയില്ലേ, ഒരു വിശ്വാസം കിട്ടിയില്ലേ? ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, ഫാസ്റ്റ് നമ്പർ ട്രൈ ചെയ്യുന്നത്. ഇനി ഒന്നും കൂടെ ഒരു ധൈര്യം കിട്ടിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പൊളിക്കല്ലേ അല്ലേ അമ്മേ? ഒരു ധൈര്യം ഒന്നും കൂടെ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എല്ലാ പ്രോത്സാഹനം കൊടുത്തോ.
അപ്പൊ ഈ ലാസ്റ്റ് ഫിനാലെ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ദേവനയുടെ വേറൊരു വിശ്വരൂപം കണ്ടിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ചോ മൊബൈലില് കണ്ട്. ഇങ്ങനെയായിരുന്നല്ലേ എന്റെ കൊച്ചു ഇവിടെ ആദ്യം വന്നപ്പോൾ, ഇപ്പോൾ എങ്ങനെയാണ് എന്റെ കൊച്ചു എന്ന് പറയണം കേട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് ചോദിക്കാം. ഷാനിക 8.5 ആയിരുന്നു എന്റെ മനസ്സിൽ, പക്ഷെ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ 9. ആ പ്രോത്സാഹനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഹരിചേട്ടാ ഐ എം ഗിവിംഗ് യു 9. റിമി ചേച്ചി 9. ഓക്കെ, അപ്പൊ എന്തായാലും 27 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദേവ്ന, കൺഗ്രാറ്റ്സ്. സൂപ്പർ, നല്ല മാറ്റമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ, ഓരോ റൗണ്ട്സിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്ത് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.